നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് 5 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഖായൽ എന്ന് പറയുന്ന കോച്ചുമായിട്ട് 2026 വരെ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് പരിശീലിപ്പിച്ചത് തായ് ലീഗിലെ ഒരു ക്ലബിനെയായിരുന്നു. അവിടെ മികച്ച രീതിയിൽ തന്നെ യുവ പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം പ്രകടനമാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റുമായുള്ള പ്രചോദനാത്മകവും ക്രിയാത്മകവുമായ ചർച്ചകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മൈക്കിൾ സ്റ്റാർക്ക് പറഞ്ഞിരിക്കുകയാണ്. ഏഷ്യയിൽ കോച്ചിങ് കരിയർ തുടരാനും ഈ മനോഹരമായ ഭൂഖണ്ഡത്തിലെ എൻ്റെ മൂന്നാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരുവാനും സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നുവെന്നും പറയുന്നു. ഇന്ത്യയിലെത്തി എല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഒത്തൊരുമിച്ച് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കോച്ച്. എന്തായാലും അതിനെപ്പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് റൂമർ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്ന താരമായി റോയ് കൃഷ്ണയുടെ പേരുണ്ട്. 68% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ റോയ് കൃഷ്ണയുടെ ചാൻസ് കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ. എന്തായാലും റോയ് കൃഷ്ണ ഇതിനു മുമ്പും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡിമിട്രിയോസ് ഡാമൻ്റെക്കോസ് വിട്ടതുകൊണ്ട് തന്നെ താരത്തിന് പകരം റോയ് കൃഷ്ണ വരുമെന്ന് നോക്കാം.